ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇപ്പം നിയമസഭ വരുന്നു. നിയമസഭയിൽ സീറ്റ് കിട്ടാതെയും കൂടെ വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ബി ജെ പിയിലേക്ക് ഒരു ഒഴുക്ക് വരില്ലേ? ഒരു അണകെട്ടി നിർത്താൻ പറ്റാത്ത ഒരു ഒഴുക്ക് നമുക്ക് പ്രതീക്ഷിച്ചുകൂടെ? സാധ്യത അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഇപ്പൊ ബുദ്ധിമതിയായ പത്മജ കോൺഗ്രസ് ഒരു മുങ്ങുന്ന കപ്പലാണെന്ന് കണ്ട് നേരത്തെ തന്നെ ചാടി. പക്ഷെ ബി ജെ പിക്ക് എന്നിട്ട് അവർക്ക് വലിയ സ്ഥാനങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അത് കൊടുക്കാത്തതിന്റെ പിന്നിൽ ഒരു സന്ദേശമുണ്ട്. നിങ്ങൾ എങ്ങനെ ഓട് വിളിച്ചോ പൂട്ട് വിളിച്ചോ വന്നിട്ടുണ്ടെങ്കിൽ കയറി വരാവുന്ന ആൾക്ഷാമമുള്ള ഒരു സംവിധാനമല്ല ബി ജെ പി എന്ന് പറയുന്നത്. ഇപ്പത്തെ നമ്മൾ തിരുവനന്തപുരത്ത് കണ്ടല്ലോ, ശ്രീലേഖയെ അവര് മേയർ ആക്കിയില്ലല്ലോ. എന്തുകൊണ്ടാക്കി? അങ്ങനെ ഇപ്പൊ വേണ്ട എന്നാണ്. അതായത് നിങ്ങൾ അങ്ങനെ പെട്ടെന്ന് വന്ന് കൂറുമാറ്റത്തെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്നൊരു ധാരണ നിങ്ങൾക്ക് വേണ്ടി. ഞങ്ങൾ നയങ്ങളും പദ്ധതികളും പ്രത്യയശാസ്ത്രവും കോൺഗ്രസ് പോലല്ല അപ്പൊ എടുത്ത ഇരുത്തുക, ആ പരിപാടി വേണ്ട. CPM അങ്ങനെ ചെയ്യാറുണ്ട്. ഇന്നലെ വന്ന വീണോ ജോർജിനെ എടുത്ത് മന്ത്രിയാക്കിയില്ല. എത്രയോ പേര് പാർട്ടിക്ക് വേണ്ടി വെള്ളം കോരി വെട്ടിയുമെന്നും പിന്നെ കൊടിമരം ചുമന്നും നടന്നിട്ടുണ്ട്. അതുപോലെ BJP അങ്ങനല്ല, ഇത് വേറിട്ട പാർട്ടിയാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് അങ്ങനെ ചെയ്തത്. പക്ഷേ അവരെ എല്ലാ രീതിയിലും സംരക്ഷിക്കും. ഇപ്പൊ എന്തുകൊണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തില് മുൻപേ പറയുന്ന സാധ്യതകളിൽ ഏറ്റവും പ്രമുഖമായ പേര് എന്ന് പറയുന്നത് കെ മുരളീധരന്റെയാണ്. അതായത് മാധ്യമങ്ങളും രാഷ്ട്രീയ വിശകലനം നടത്തുന്നവരൊക്കെ പറയുന്നത് BJPയിലേക്ക് കേരളത്തിലെ മുതിർന്ന നേതാക്കന്മാരിൽ ആരെങ്കിലും വരാൻ സാധ്യത ഉണ്ടെങ്കിൽ ഒന്ന് കെ സുധാകരനാണ്, അതേപോലെ തന്നെ കെ മുരളീധരനാണ്. ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇവരുടെ പല സമയത്തുമുള്ള പ്രസ്താവനകളാണ്. അതായത് കേരളത്തിൽ ഒരു കോൺഗ്രസ്സുകാരന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തണമെങ്കിൽ ചില സംഘടനകളെ പ്രീതിപ്പെടുത്തിക്കൊണ്ടും ചിലരെ അടച്ചാക്ഷേപിച്ചും കൊണ്ട് സംസാരിച്ചാലേ പറ്റൂ എന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. അതിൽ തന്നെ ഇപ്പൊ ശബരിമല വിഷയം പോലുള്ളവയൊക്കെ വരുമ്പോൾ അത് വളരെ വൈകാരിക വിഷയമാണെങ്കിൽ പോലും കോൺഗ്രസ് അതിനോട് പ്രതികരിച്ചത് നോക്കിയാൽ അറിയാം, അളന്ന് തൂക്കി മുറിച്ചായിരുന്നു അവർ പ്രതികരിച്ചത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരു ഭാഗത്തെ വോട്ട് ചോർന്നു പോകാൻ സാധ്യതയുണ്ടെങ്കിൽ ഞങ്ങള് ഹൈന്ദവതയിലേക്ക് അതിൻ്റെ പ്രശ്നങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുകയാണെങ്കിൽ മറ്റൊരു വിഭാഗത്തിന് അത് ബുദ്ധിമുട്ടാകുമെങ്കിൽ അത് വേണ്ടെന്ന രീതിയിൽ ഇവരുടെ വിശ്വാസ വികാരങ്ങൾ കടിച്ചമർത്തിക്കൊണ്ടാണ് ഈ പാർട്ടിയിൽ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് കോൺഗ്രസിലെ ഹിന്ദു നാമധാരികളായ ആൾക്കാർ, അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മതപരമായ ഒരു സ്വാതന്ത്ര്യം അവർക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല, ഒരു ആവശ്യമുണ്ട് റേസ് ചെയ്യാൻ പറ്റുന്നില്ല. ഹിന്ദുവിന്റെ ഒരു കോമൺ ആയ ഒരു പൊതു വിഷയത്തിൽ ശബരിമലയിലൊക്കെ എന്തെങ്കിലും പറയുന്നതിനപ്പുറം ഒരു വിഷയം ഇവരാരും മിണ്ടാറില്ല. എന്നാൽ ഇവർക്ക് ഇതൊന്നും ഇല്ല, ഇവർ ഭക്തന്മാരാണ്. കോൺഗ്രസിൽ വിശ്വാസ സ്വാതന്ത്ര്യമുണ്ടല്ലോ, അവർ ഭക്തന്മാരാ. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവർക്ക് പുറത്ത് പ്രകടിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി തന്നെ ചന്ദനക്കുറി ഒരു കരിയും ചന്ദനവും ഒക്കെ വളരെ വർഷങ്ങളായിട്ട് തൊട്ടുകൊണ്ട് നടന്നൊരു മനുഷ്യനാണ്. പക്ഷെ കുതിരാൻ കടന്നു കഴിഞ്ഞാൽ പുള്ളി ചന്ദനക്കുറി അങ്ങ് വാങ്ങിച്ചു. അതെ, അതിന് അദ്ദേഹം പറയുന്ന കാരണം എന്ന് പറയാൻ അദ്ദേഹത്തിന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അലർജി വന്നു എന്നുള്ളതാണ്. ആ അലർജി എന്താണെന്ന് നമുക്കറിയാം. അത് ഹിന്ദുത്വവുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടാകാവുന്ന അടുത്ത ഇപ്പൊ ചന്ദനവും അല്ലാതെ കരിയാണ് പെട്ടെന്ന്. തൈക്കാട് ശാസ്താ ക്ഷേത്രത്തിൽ പോയിട്ട് താമരയും കൊണ്ടാണ് താമരയാണ് അദ്ദേഹം നിവേദിക്കുന്നത്, താമരപ്പൂക്കള്. അപ്പൊ താമരയോട് എന്താ പറയുന്നത്, അവിഭാജ്യമായിട്ടൊരു ബന്ധം അദ്ദേഹത്തിന് അല്ലേ? അല്ല, അദ്ദേഹത്തിന്റെ പുത്രൻ ഈ BJPയിലേക്ക് വരുന്നു എന്നുള്ള ഒരു അഭ്യൂഹം നേരത്തെ ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ രാജ്മോഹൻ ഉണ്ണിത്താന്റെ പുത്രനെ കുറിച്ച്. ഇതേപോലെ തന്നെ കെ സുധാകരനും പല ഒരിക്കൽ ഇന്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട്, എന്താ BJPയിലേക്ക് പോയാൽ എന്താ കുഴപ്പം? അങ്ങനെ അദ്ദേഹം തന്നെ ചോദിച്ചു, എന്താ പോയാൽ കുഴപ്പം എന്ന് തന്നെ അദ്ദേഹം ചോദിച്ചു. പിന്നെ കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം കെ മുരളീധരന് ഈ കരുണാകരന്റെ, കേരളത്തിലെ ഏറ്റവും മുടിചൂടാമന്നനായ കോൺഗ്രസിന്റെ നേതാവ് എന്ന് പറയുന്ന ഇന്ന് വരെ ജീവിച്ചവരിൽ കരുണാകരനേക്കാൾ വളർന്നവരാരുമില്ല. ആ കരുണാകരന്റെ പുത്രൻ എന്ന ഒരു മേൽക്കുപ്പായം അദ്ദേഹം ഇപ്പോഴും അദൃശ്യമായിട്ട് ധരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പത്മജ പോകുന്നത് വരെ അതൊരു പ്രശ്നമായിരുന്നു. പത്മജ പോയി കഴിഞ്ഞപ്പോൾ പത്മജക്ക് ആകാമെങ്കിൽ എന്തുകൊണ്ടത് എനിക്കും ആകാൻ പാടില്ല. ഇപ്പൊ കരുണാകരൻ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പത്മജയോടൊപ്പം കരുണാകരനും BJPയിലുണ്ട്. അത് സത്യസന്ധമായ കാര്യമാണ്. അപ്പോ അങ്ങനെയാണ് നിൽക്കുന്നത്. പിന്നെ കേരളത്തിൽ നിന്ന് BJPയിലേക്ക് രാഷ്ട്രീയ മാറ്റം നടത്താൻ ആഗ്രഹിക്കുന്നു. ഇപ്പൊ ശശി തരൂരിന്റെ കാര്യം പറഞ്ഞു. ശശി തരൂരിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കേൾക്കുന്ന ഒരു വാചകം, എന്നെ ഒന്ന് പുറത്താക്കി തരൂ എന്ന രീതിയിൽ അദ്ദേഹം പാർട്ടിയിൽ തരൂ എന്ന് പറഞ്ഞപ്പോ ഒരു കാര്യം കൂടെ, തരൂറിന്റെ കാര്യം കൂടെ ഞാൻ ഓർത്തുപോയി. ഇതേ പരുവത്തിൽ തന്നെയാണ് അദ്ദേഹം തരൂർ എന്ന് പറയുന്നത് എന്നെ ഒന്ന് ഇതിലേക്ക്
ഒഴിവാക്കി തരൂ അല്ലെങ്കിൽ പുറത്താക്കി തരൂ എന്ന രീതിയിലുള്ള പ്രസ്താവനകളാണ് നമ്മുടെ എന്ന് പറഞ്ഞ് തരൂറാവരുത്. നമ്മുടെ രാഷ്ട്രീയത്തിന്റെ ഒരു കുഴപ്പം എന്ന് പറയുന്നത് അത് ജനാധിപത്യത്തിനെ പരിഹസിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഞാനൊരു പാർട്ടിയിൽ നിൽക്കുന്നു, മറ്റൊരു പാർട്ടി എന്ത് നല്ല കാര്യം ചെയ്താലും എനിക്ക് നല്ലതെന്ന് പറയാൻ പാടില്ല. ജനാധിപത്യമാണെന്ന് നമ്മൾ പറയുകയും ചെയ്യും. എന്ന് മാത്രമല്ല, ഇത് മാഷ് പറഞ്ഞ വളരെ ശരിയായി. കഴിഞ്ഞ ദിവസം ഒരു നമ്മുടെ ഒരു പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവ് പറയാ, കഴിഞ്ഞ 4 മാസത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും പിണറായി വിജയൻ BJPക്കെതിരെ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടോ? വഴിപാട് പോലും ചെയ്തിരിക്കണമെന്നാണ്. എന്താ ഭാഷ ഇത്? ഇങ്ങനെയാണ് രാഷ്ട്രീയം വന്നിരിക്കുന്നത്. ഇവർ റൈവൽസ് മാത്രമല്ല, ഇപ്പൊ എനിമീസ് ആണെന്നാണ് ഇവരുടെയൊക്കെ സംഘടന. പ്രധാനപ്പെട്ട ഒരു യൂത്ത് കോൺഗ്രസ് നേതാവായി. അതായത് കേരളത്തിലെ ഒരു പൊതുധാരയിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ ഇടക്കിടക്ക് നമ്മൾ ഗണപതി ക്ഷേത്രത്തിൽ ചെന്ന് ഏത്തമിടുന്നത് പോലെ BJP വിരുദ്ധ പ്രസ്താവനകൾ എന്ന് പറഞ്ഞാൽ BJP പ്രതിനിധാനം ചെയ്യുന്ന പ്രത്യയശാസ്ത്രത്തെ വിളിക്കണം. അതാണ് സംഭവം. അപ്പൊ അതിന് പറ്റാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രത്യയശാസ്ത്രത്തിന്റെ പിന്നിലുള്ള അന്തർധാരയായ സംസ്കാരത്തെ കൂടെ വെല്ലുവിളിക്കുന്നു. ആ രീതിയിലുള്ള പല കാര്യങ്ങളും. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഈ ലോട്ടറി ടിക്കറ്റിൽ നമ്മൾ കണ്ട ചിത്രം ആ സംസ്കാരത്തെ വെല്ലുവിളിക്കുന്ന ചിത്രമാണ്. അപ്പൊ ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിൽ നിൽക്കുന്ന ആൾക്കാർ ഇപ്പൊ CPM-ൽ നിന്ന് എന്തുകൊണ്ട് വരുന്നില്ല? CPM-ൽ നിന്ന് വരാം. CPM-ൽ നിന്ന് വരണമെങ്കിൽ അവർ പുറത്താക്കണം, ഉറപ്പായിട്ടും BJP-യിലേക്ക് വരും. പക്ഷെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കണമെന്നില്ല, നല്ലൊരു ഓഫർ BJP കൊടുത്താൽ മതി. പക്ഷെ BJPക്ക് ഇപ്പോഴും കേരളത്തിൽ ഒരു ഓഫർ കൊടുക്കാൻ പറ്റുന്ന അന്തരീക്ഷത്തിലല്ല. കാരണം അവർ സീറ്റ് ഉണ്ടാക്കിയതിന് ശേഷം ഇനി ജയിക്കുന്ന പാർട്ടിയാണെന്ന് കാണിച്ചിട്ടേ ഓഫർ കൊടുക്കാൻ പറ്റുകയുള്ളൂ. വില പേശലിന് പറ്റുള്ളൂ. നമ്മള് ഒരു നല്ല പൊസിഷനിൽ നിന്ന് വില പേശണമെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ സീറ്റ് ഇല്ലല്ലോ ഇപ്പോ, അത് കാണിച്ചല്ലേ ഞങ്ങൾക്ക് സീറ്റ് ഉണ്ടെങ്കിൽ ജയിക്കുന്ന സീറ്റ് നിങ്ങൾക്ക് തരാന്ന് പറഞ്ഞാൽ വരും. പിന്നെയുള്ള സാധ്യതകൾ കേന്ദ്രത്തിലാണ്. കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ സംസ്ഥാന ഗവർണർമാരെന്ന് പറയുന്ന ധാരാളം പോസ്റ്റുകളുണ്ട്. അത് ഒരു വലിയ സാധ്യതയാണ്. ഇത് കൂടാതെയുള്ള മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് ഈ ഇവിടെ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വരുന്ന ഇലക്ഷനിൽ ഇവർക്ക് സ്വാഭാവികമായിട്ടും തൊട്ടടുത്ത ഇലക്ഷനിൽ തന്നെ സീറ്റ് കിട്ടണമെന്ന് യാതൊരു ഉറപ്പുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. കാരണം ഇവര് ഈ പാർട്ടിയോടൊപ്പം നിന്ന ആൾക്കാരെ പരിരക്ഷിക്കുക, അവരെ പരിഗണിക്കുക, അതിനുശേഷം മാത്രം മതി മറ്റുള്ളത് എന്നൊരു തീരുമാനമുണ്ട്. ഇനി ഇതിൽ മറ്റു ചില ഘടകങ്ങളുണ്ട്. അതായത് സോണിയ കുടുംബത്തിന്റെ കുടുംബവാഴ്ചയാണ് കോൺഗ്രസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനോട് എതിർത്ത് ഒരു അക്ഷരം പറയാനോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഒരു ലെവലിനപ്പുറത്തേക്ക് വളരാനോ സാധാരണ ഒരു കോൺഗ്രസ്സുകാരന് സാധ്യതയില്ല. കാരണം അവിടെ ആ സീറ്റിലേക്ക് പോകാനായി ഇപ്പൊ KC വേണുഗോപാൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത് വരെ എത്തി. എന്നെങ്കിലും അദ്ദേഹം കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് എത്തുമോ? ഒരു കാരണവശാലും എത്തുകയില്ല. കാരണം ഇത്രയേ ഉള്ളൂ, കുടുംബ ഭരണത്തിൽ വീർപ്പുമുട്ടി അല്ലെങ്കിൽ ആ അധികാര കേന്ദ്രത്തിന്റെ കൊട്ടയ്ക്കുള്ളിൽ മൂടിയിട്ട കോഴിക്കുഞ്ഞുങ്ങളെ പോലെയാണ് ഇവര് മുന്നോട്ട് പോകുന്നത്. പിന്നെ ഒരു സാധ്യത എന്ന് പറയുന്നത്, വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് ലീഗിന്റെ അപ്രമാദിത്യം. കോൺഗ്രസിൽ അങ്ങേയറ്റം കോൺഗ്രസിന്റെ നയപരിപാടികളെ അവർ പരിപൂർണമായിട്ട് ഹൈജാക്ക് ചെയ്ത് സ്വാധീനിച്ചു കഴിഞ്ഞു. കോൺഗ്രസിൽ ഇപ്പൊ ശശി തരൂർ പോലും ഒരു യാത്ര നടത്തിയപ്പോൾ അതൊരു വിമതയാത്രയാണെന്ന് നമുക്കറിയാം. ആദ്യമേ പോയത് അവിടെയാണ്. അതായത് പാണക്കാട് പോയി അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് അദ്ദേഹം തുടങ്ങിയത്. അതേപോലെ കോൺഗ്രസിൽ എന്ത് കാര്യം ചെയ്യണമെങ്കിലും ഏത് നേതാവിനെ തീരുമാനിക്കണമെങ്കിലും മുസ്ലിം ലീഗിന്റെ തീട്ടൂരമില്ലാതെ അവരുടെ പെർമിഷൻ ഇല്ലാതെ ചെയ്യാൻ പറ്റുകയില്ല എന്നുള്ളത് ഒരു അടിയുറച്ച നിയമമാണ്. അത് സോണിയയുടെ പുത്രി പ്രിയങ്ക വന്ന് ഇവിടെ നിന്ന് മത്സരിച്ചപ്പോൾ അതേപോലെ തന്നെ രാഹുൽ വന്ന് പ്രിയങ്കയും രാഹുലും വയനാട്ടിൽ നിന്ന് മത്സരിച്ചപ്പോൾ തന്നെ അതിന് അടിവരയിട്ടു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മുസ്ലിം ലീഗാണ് ഇവരെ സുരക്ഷിതമായിട്ട് ജയിപ്പിച്ചു കൊടുക്കുന്നത്. മുസ്ലിം ലീഗിന്റെ സീറ്റിൽ നിന്നാൽ മാത്രമേ. ഇത് പറഞ്ഞപ്പോഴേ ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ. അതായത് അവിടെ കുടുംബത്തിൽ ഇപ്പോൾ കലാപം, എക്സ്പ്ലോഷൻ അല്ല ഇംപ്ലോഷൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ എക്സ്പ്ലോഷൻ അല്ലാത്തതുകൊണ്ട് നമ്മൾ അറിയത്തില്ലത്, അകത്താണ് നടക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രശ്നം ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ മാറ്റി പ്രിയങ്കയെ വെക്കണമെന്നുള്ളതാണ് അവിടെ പ്രശ്നം. ഇപ്പോൾ ഈ രാഹുൽ അതിന് തയ്യാറായില്ല, ഞാൻ ഇവിടെ തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞാൽ മിക്കവാറും പ്രിയങ്കയും കൂടി ഇങ്ങ് BJPയിലേക്ക് വരികയില്ല. കാരണം വടക്കേ ഇന്ത്യയിലല്ലാതെ അല്ലെങ്കിൽ വയനാട്ടിൽ വന്ന അഭയാർത്ഥിയായിട്ട് മത്സരിക്കേണ്ടി വരും. ആ ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റൂ. കാരണം ഇപ്പോൾ മകന്റെ വിവാഹവും നടക്കുകയാണ്. മകനോട് പറയുന്നത് ഇന്ത്യയുടെ പരമോന്നത പദവിയിൽ നിന്നെ എത്തിക്കാമെന്നായിരിക്കും പറയുന്നത്, റേയാനോട് പറയുന്നത്. BJPയിൽ ഒന്നും നടക്കില്ല. BJP ഈ പറയുന്ന രീതിയിൽ ആർക്കും വന്ന് കയറി റോൾ ഏറ്റെടുക്കാൻ ഈ കുടുംബത്തോടുള്ള തന്നെയല്ല, മനേകാ ഗാന്ധി അവർ വലുതായിട്ട് ഉയർത്താൻ പോയില്ല, വരുൺ ഗാന്ധിയും വലുതായിട്ട് ഉയർത്താൻ പോയില്ല. പോണെങ്കിൽ അല്ല, കാരണം കുടുംബ ആധിപത്യത്തിന്, അതായത്
കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് അവർ പറയുന്നത് കോൺഗ്രസ് മുക്ത ഭാരതമല്ല, കോൺഗ്രസ് സോണിയ സംസ്കാരമില്ലാത്ത കുടുംബ മുക്ത ഭാരതം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. കാരണം കോൺഗ്രസ് അല്ല BJPയുടെ മുഖ്യ ശത്രു, കോൺഗ്രസിന്റെ നയങ്ങളാണ്. അത് രൂപീകരിക്കുന്ന ആരാ? ഇന്ന് സോണിയാഗാന്ധിയാണ്. അപ്പൊ അതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു എന്താ വന്യമായ ഒരു സ്വപ്നം മാത്രമാണ്. ഓക്കെ, വൈൽഡ് ഡ്രീം അല്ലേ? വയനാടും വൈൽഡാണ് അല്ലേ? ഓക്കെ, ആയിക്കോട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.